കണ്ടാൽ കൊതി കൊണ്ട് കരള് തോടിക്കുന്ന കുട്ടിയെ കുഞ്ഞോളെ മതി നിങ്ങളെ കുറുമ്പും വാശി ഇവിടെ നീച്ച് വന്നാണി അടുക്കളയ്ക്ക്. ആടി ഞാൻ 2 ദിവസം കൂടി ലീവാണ്. എഴുതാനുള്ള നോട്ടിക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്യേ. എടി ഒന്നുമില്ല. ആ എന്നാ ശരി. മുട്ടിയേ പെണ്ണിനാണെങ്കിൽ വാശി കുറച്ച് കൂടുതലാണ്. പറഞ്ഞത് തീരെ ഒരു അനുസരണയില്ല. അത് ഇന്നെ പറഞ്ഞാ മതി. എടി മതിയടി ഒന്നും ഇങ്ങോട്ട് നീച്ചു വായോ. എന്തിനാണ് ഇങ്ങനെ കുറച്ച് കുറുമ്പ് വാശി പിടിച്ച് നടക്കണത്? കുഞ്ഞോളെ കുമ്മുട്ടിയെ തന്നെ വിളിക്കണത് വെറുതെ ഒന്നിനൊന്നല്ല. മരുകളോട് പോയി മുണ്ടാനാണ്. എനിക്ക് സൗകര്യം മരുകളോട് മുണ്ടാൻ. മരുകളൊന്ന് ബോധം കെട്ടപ്പോത്തിന് ഞാൻ മരുകളോട് പോയി മുണ്ടുന്ന മരുകളെ വിചാരം. മുണ്ടൂല. ആണെങ്കിൽ ഇങ്ങോട്ട് വന്ന് മുണ്ടിക്കോട്ടെ. ഇതെങ്ങോട്ടും വന്ന് മുണ്ടാൻ പറ്റിയല്ല. ഞാൻ അങ്ങോട്ട് തന്നെ പോയി മുണ്ടണം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വാശിയാണ്. ഇല്ല, 36 വിചാരം 36 വലിയൊരാളാണ്. ചെയ്യാളതൊക്കെ ചെയ്തിച്ചിട്ട് എത്ര പറഞ്ഞാലും പെൺകുട്ടി കേൾക്കൂല. ചീഞ്ഞിക്കണ അല്ലമ്മോ, ഞാൻ കേട്ടത് സത്യാണാ. ഇക്ക് വിശ്വസിക്കാൻ പറ്റണി ഏട്ടാ. ഇങ്ങനൊക്കെ സംഭവിച്ചിരുന്നുള്ളത് ഞാൻ കേട്ടത് സത്യാണ്. ആ സെക്കീനെ അല്ല, അന്ന് ഈ വൈക്ക് കണ്ടിട്ട് കൊറേ ആയല്ലോ. ഈ വൈക്കൊന്നും കാണലിയല്ല. എന്താ എന്റെ കുഞ്ഞോളെ എല്ലാരും കൂടി താങ്ങി പിടിച്ചിങ്ങാണ്ടേ ആസ്പത്രി കൊണ്ടുപോയിന്നത്? അത് എന്തേന്ന് കാര്യോ? ഓൾക്ക് ചെറുതായിട്ടൊരു ബോധം പോയി. അപ്പൊ ഒന്ന് ആശുപത്രി കൊണ്ടുപോയിട്ട് ഗ്ലൂക്കോസും കയറ്റിയിട്ട് ഓൾക്കിപ്പോ ഒരു കുഴപ്പമില്ല. കുഞ്ഞോൾക്ക് ഓളത് അവത്തിരിക്കണ്. അതിന്റെ ഒരു ക്ഷീണുണ്ട്. ഞാൻ കേട്ട കാര്യം അതൊന്നല്ല. ഞാൻ കേട്ടത് വേറൊരു കാര്യാണല്ല. അപ്പുറത്തെ ചെക്കനെട്ടെ അന്റെ മരുവളായ കാലത്തെ പ്രേമത്തിലായിരുന്നുള്ളത്. അത് ഇജ്ജ് കേട്ടത് സത്യം തന്നെയാണ്. അതിലേക്ക് വലിയ പുതുമൊന്നും തോന്നിയിട്ടില്ല. ഒന്നും ഉണ്ടായിട്ടല്ല. കുട്ടിപ്രായത്തിൽ തോന്നിയ ചെറിയൊരു ഇഷ്ടം. അവരിപ്പോ ഇവിടെ പെര വന്നെടുത്തുക്കണെന്ന് കരുതിയാണ്ടേ ഇന്റെ കുട്ടി എന്ത് ചെയ്ത്? ഇന്റെ കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇന്റെ കുട്ടീനെ ഒരു ചതിക്കോ ഒന്നും ചെയ്തിട്ടില്ല. അതിലിപ്പോ അത്ര വലിയ പുതുമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ നമ്മളെ മുമ്മൂട്ടിന്റെ കാര്യല്ലേ, ഓൾക്ക് ചെറുതൊന്ന് കിട്ടിയാൽ മതി കുറുമ്പുടിച്ച് നിൽക്കാന്. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏടത്തിയോളും അഞ്ചത്തിയോളും തല്ലുകൂടണമാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടിയിട്ട് അങ്ങനെ ഒരു ഇതുണ്ടായതാണ്. അല്ലാതെ വേറെ ഒരു പ്രശ്നവും ഇല്ല. കുട്ടിക്കാലത്തെ ആണെന്നുണ്ടെങ്കിലും ഇതിപ്പോ ഇവളെ തേടി പിടിച്ച് വന്ന മാരിക്കാണല്ലോ അപ്പുറത്തെ പെരയിൽ ഇങ്ങനെ പാർക്കാൻ വന്നിക്കണത്. എന്നാലും മളയെ അനക്കൊന്നും ഒരു കുഴപ്പമില്ല. അതില് നിന്റെ പതിരീങ്ങളെ ഇക്കെന്നെ കേട്ടിട്ട് നെഞ്ഞത്ത് കൂടെ പെടപെടാന്നടിക്ക. അനക്കൊരു കുഴപ്പമില്ല. എല്ലാം സെക്ക. അതിന് എനിക്ക് എന്ത് പ്രശ്നാണ്? ഞാൻ ഇപ്പൊ പ്രശ്നം കാട്ടിയിട്ട് എന്ത് കാര്യാണ്? സെക്ക, ഇച്ചൊരു കാര്യം മനസ്സിലാക്കണം. എനിക്കിപ്പോ ഒരു പ്രശ്നവും ഇല്ല. ഇനിയിപ്പോ ഓൾക്ക് ഒരു ജീവിതം കിട്ടുകയാണെങ്കിൽ അങ്ങനെ കിട്ടിക്കോട്ടെ എന്ന് തന്നെ ഞാൻ കരുതുള്ളൂ. അല്ലാതെ എനിക്കൊരു പ്രശ്നം അതിൽ തോന്നിയിട്ടില്ല. എന്ത് പ്രശ്നം? ഏത് മനുഷ്യന്മാർക്കപ്പൊ കുട്ടി പ്രായത്തിൽ ഒരു ഇഷ്ടമില്ലാത്തത്? അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിന്. ഇന്റെ കുട്ടി ഇനി സഹിക്കാത്തതൊന്നുമില്ല. ആ രണ്ടാനമ്മന്റെ അടുത്ത് നിന്നുങ്ങാണ്ട് കുറേ ഓള് സഹിച്ചതാണ്. അതിന്റെ ഇടയ്ക്ക് ഇവിടെ വന്നിട്ട് അല്ല പുതുമ ജീവിച്ച് കൊതി തീർന്നതിന്റെ മുന്നെയാണ്. അതിനൊരു ജീവിതം കിട്ടിയിട്ടില്ല. അത് നിങ്ങളെല്ലാരും മനസ്സിലാക്കണം. അതിന്റെ ജീവിച്ച് കൊതി തീർന്നതിന്റെ മുന്നെയാണ് എന്റെ കുട്ടിയോണ്ട് പോയത്. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാ സങ്കടം കൂടി ഏറ്റി അതിന് ഇന്നലെ മിഞ്ഞാന്ന് അത് ബോധം പോയി. അതേ ഉണ്ടായത്, വേറൊന്നുമല്ല. അല്ല, ഞാൻ കേട്ട പാടെ എന്നോട് ചോദിക്കാൻ വന്നതെന്ന് തന്നെ ഉള്ളൂ. എന്നാലും ഇക്ക് കേട്ടപ്പോഴേ ഒരു അതിശയം. ഇങ്ങനൊക്കെ നടക്കുമല്ലോ നമ്മളെ നാട്ടിലിന്ന് വെച്ചിട്ട് ഇന്റെ മേലെന്നെ ആകെ ഇങ്ങനെ കോരി തെരിക്കാക്കപ്പാടെ കേട്ടപ്പോഴേ. എന്നാലും എൻ്റെ കുട്ടീന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. പൊന്നുപോലെ കൊണ്ടറിഞ്ഞീന്നല്ല എൻ്റെ കുട്ടി.
ആ അതൊക്കെ ശരി തന്നെയാണ്. ഞാൻ ഇറങ്ങി പോവാനൊക്കെ ഉണ്ട് പറഞ്ഞ്. ഏത് തള്ളാർക്ക സൈക്കിള് അപ്പത്തെ ആ ഒരു ഇതിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞു. പിന്നെ കാക്കന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നപ്പോ ഇക്കൊക്കെ മനസ്സിലായി. ഏതായാലും ഓളെ കല്യാണം നമ്മൾ ഏതായാലും നോക്കണ്ടല്ലോ. ഇനിയിപ്പൊ ആ ചെക്ക ഇവളെ കെട്ടുകയെന്നുണ്ടെങ്കിൽ കെട്ടിക്കോട്ടെ. അതിനിപ്പോ അനക്കിപ്പോ എന്താ പ്രശ്നം? ഇപ്പൊ നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ട് എനിക്കൊരു പ്രശ്നവും ഇല്ല. നിങ്ങളെ പ്രശ്നം നോക്കി നടന്നുണ്ടെങ്കില് അതിനെ നേരമുള്ളൂ. ഒരു പ്രശ്നം എനിക്കില്ല. ഇനിയിപ്പൊ നിങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും എനിക്കൊരു കുഴപ്പമില്ല. ഇനിയിപ്പൊ സെക്ക എന്നോടൊക്കെ ഒരു കാര്യം പറയാനുള്ളത്, ഇതിന്റെ ഇരട്ടിക്ക് ആക്കിയാണ്ട് 4 പുറം നടന്ന് പറയാൻ നിൽക്കണ്ട. കഥ എന്നോട് പറയാനുള്ളൂ. സംഭവം ഒന്നുമില്ല. ഓൾക്ക് ചെറിയൊരു ഇഷ്ടം കുട്ടിപ്രായത്തിൽ ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോ അവരിതാ ഈ ഇപ്പുറത്തെ പെരയിൽ വന്ന് കൂടിയിരുന്നു. അതിപ്പോ ഇന്റെ കുട്ടി എന്ത് ചെയ്ത്? ഇന്റെ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇനിയിപ്പൊ നിങ്ങൾ ആരെന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും കുഞ്ഞോളെ ഞാൻ തള്ളി പറയില്ല. ഓളെന്റെ മകളായി ഞാൻ ദത്തെടുത്തിക്കണെന്നുണ്ടെങ്കിൽ എന്റെ മരണം വരെ ഞാൻ ഓളെ നോക്കും. ഓൾക്ക് ഇഷ്ടാന്നുണ്ടെങ്കിൽ ഞാൻ ചെക്കനെ കൊണ്ട് ഓളെ കല്യാണം ചെയ്യിപ്പിക്കും ചെയ്യും. അത്ര തന്നെ. പിന്നെ ഞാൻ അങ്ങനെ നാട് മൊത്തം ഇങ്ങനെ നടന്ന് പറയാൻ നിൽക്കല്ലേ. അപ്പൊ ഇജ്ജ് അങ്ങനെയാണ് കരുതിയിക്കണയില്ലേ? ഞാൻ അങ്ങനെ നാട് മൊത്തം നടന്ന് പറയുന്നുള്ളത്. ഇന്നാലും ഞാൻ ഇത്ര കരുതിയില്ല എന്നെ കരുതിയിട്ട്. ഓ, ഞാൻ എൻ്റെ എല്ലാതും അറിയുന്ന ആളാണ്. എന്നിട്ട് ഇജ്ജ് ഞാൻ അങ്ങനെ കരുതിയപ്പോഴാ ഞാൻ നാട് മൊത്തം നടന്ന് പറയുന്നുള്ളത്. ഞാൻ പോവുകയാണ്. ഞാൻ ഇത് കേട്ടപ്പോഴേ ഒരതിശയം തോന്നിയിട്ട് എന്നോട് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. എവിടുന്നാ അപ്പൊ ഈ പുക പൊന്തുന്നത്? അപ്പുറത്തെ പെരേന്നാ തോന്നുന്നു. എന്നാ ഞാൻ പോയി എന്നാല്. എന്നാ ശരിച്ച് ചെല്ല്. ഇതിപ്പോ മരുവക്ക് എല്ലാത്തിനും കൂട്ടും കൊടുക്കണ പോലെയാണ്. എവിടെ ഉണ്ടാവില്ല ഇങ്ങനത്തെ ഒക്കെ ഒരു കഥ. ഈ പെരന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവുള്ളൂ. എന്നാലും മക്കളെ കല്യാണമാണ് ഈ കഴിച്ചോട്ടേന്ന്. ചൊച്ചോ വല്ലാത്തൊരു പുതുമാതിരി, വല്ലാത്തൊരു കുടുംബം തന്നെ. എവിടെയും കാണാത്തൊരു കുടുംബം. ഓരോ ഇതായിട്ട് വന്ന് നിൽക്കുകയാണ്. മനുഷ്യനില്ലെങ്കിലോ തലക്ക് ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ്. അതിൻ്റെ ഇടക്കാണ് ഓരോരോ ഇതൊന്നുള്ളും കടി കെട്ടിക്കാണ്ട് വന്ന് നിൽക്കണത്. ഇനി 4 പുറം പറയാനോൾക്കൊരു ശേലായി. ഏതായാലും നഞ്ഞ് കുളിച്ചിട്ട് കേറുള്ളൂ തീന്ന്. മുട്ടിയേ പെണ്ണിനെ ഞാന് ഇമ്മുട്ടിയെ ഇമ്മ കൊറേ നേരായില്ല എന്നെ ഞാൻ വിളിക്കണത്. അനക്ക് ചെവി കേൾക്കണില്ല കുട്ടിയെ? എടി ഇൻ്റാൾ അത് വിട്ടീലേ? അത് വിട്ടാളാ എടി, പാവല്ലടി. ഇച്ച് കണ്ടീല മിഞ്ഞാന്ന് അതിനെ കൊണ്ടുപോയതും കുൾക്കൂസ് കയറ്റി കൊടുന്നതൊക്കെ. അതിന് പ്രഷർ അടിച്ച് കയറിണ്ട്. എന്തേലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യല്? വേറെ താത്താക്ക് സങ്കടം അന്റെ ഈ ഒരു പ്രവൃത്തി കാരനാണ്. നീക്ക് ഇജ്ജ് അതിനോടൊന്ന് പോയി മുണ്ടിക്ക. എന്താ താത്താക്ക് ഇങ്ങോട്ട് വന്ന് മുണ്ടിക്കൂടെ? ഞാൻ അങ്ങോട്ട് തന്നെ പോയി മുണ്ടണമെന്നുണ്ടോ? ഇമ്മക്കെന്തോ താത്താനോട് പഴയ പോലെ സംസാരിക്കാൻ തോന്നണില്ല. എന്താന്നറിയില്ല. എത്ര ആയാലും നമ്മളെ കാക്കാനെ. എടി ഇമ്മാന്റെ കുട്ടി പറഞ്ഞതൊക്കെ ഉമ്മാക്ക് മനസ്സിലാവും. ഇജ് പറഞ്ഞതൊക്കെ കാര്യം ശരി തന്നെയാണ്. ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ. ഇജിപ്പോ കോളേജിൽ പഠിച്ച് അനക്കൊരു ഇഷ്ടം തോന്നി. ഇമ്മ അന്നോട് വേറെ ഇത്തന്റെ കൂടെ കെട്ടിച്ച് പറഞ്ഞയച്ച്. ആ ചെക്കനക്ക് അങ്ങനെ ഇല്ലാതിരിക്കട്ടെ. അള്ള തിരിച്ചിട്ട് അങ്ങനത്തെ ഒരു വിധി ആർക്കും കൊടുക്കാതിരിക്കട്ടെ. ആ ചെക്കനക്ക് എന്തെങ്കിലും പറ്റി പോയിട്ടുണ്ടെങ്കിൽ ഇജ് ഒറ്റത്തടിയായി. ഈ പ്രേമിച്ച ചെക്ക ഇന്നോ നാളെ അന്നെ വേണമെന്ന് പറഞ്ഞങ്ങാണ്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്റെ അമ്മായിമ്മി അന്റെ നാത്തൂന് അന്നിട്ട് ഇങ്ങനെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അന്റെ സങ്കടം എത്രത്തോളം ഉണ്ടാവും? ഇജാതൊന്ന് പറയും. അതാണ് ഇവിടെ സംഭവിച്ചത്. പിന്നെ ഒന്നും എടി നമ്മളിവിടുന്ന് മറച്ചു വെച്ചിട്ടില്ല. കുട്ടി എല്ലാ കാര്യം പറഞ്ഞില്ലേ? അന്റെ താത്ത എല്ലാ കാര്യം പറഞ്ഞില്ലേ? 3-4 കൊല്ലായിട്ട് അതിനെ അറിയണതല്ല എനിക്ക്. ഞാൻ ഇജാ പറഞ്ഞ ദേഷ്യത്തിലാണ് അവളോട് ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞത്. അനക്ക് തോന്നുന്നുണ്ടാ കുഞ്ഞോളോട് ഉമ്മ ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറയുന്നുള്ളത്? ഇന്റെ ആള് നീച്ചിട്ട് താത്താന്റെ അടുത്തേക്ക് ചെന്നിട്ടേ ഒന്ന് മുണ്ടിക്ക. എന്നാൽ തന്നെ അതിന്റെ മനസ്സ് കുറെ ശരിയാവും. അതൊക്കെ ശരിയാണ് ഉമ്മ പറഞ്ഞത്. എന്നാലും താത്താക്ക് എന്തെങ്കിലും വന്ന് മുണ്ടിക്കൂടെ? അതിന് പറ്റൂല. ഞാൻ അങ്ങോട്ട് തന്നെ ചെന്ന് മുണ്ടണമെന്നുണ്ടോ? ഞാൻ മുണ്ടൊന്നുമില്ല. പണം ഇങ്ങോട്ട് വന്ന് മുണ്ടിക്കോട്ടെ. ഇതിപ്പോ നല്ല കഥ. താത്താക്ക് എന്താ ഇന്നോട് വന്ന് മുണ്ടിയാല്? ഇങ്ങോട്ട് നോക്ക്. ഇന്ന് രാവിലെ ഇപ്പൊ ചോദിച്ചിട്ടുള്ളൂ ഓരോ രണ്ടാളും പിണക്കം തീർന്നില്ലേ എന്നുള്ളത്. ഇനി ഇപ്പാക്ക് ദേഷ്യം പിടിക്കൂട്ടാ. ഇപ്പാക്ക് ദേഷ്യം പിടിച്ച എനക്കറിയില്ല ഇപ്പാന്റെ സ്വഭാവം. ഇപ്പാന്റെ സ്വഭാവം എനക്കറിയില്ലേ?
എടി ഒന്ന് ചെല്ല അതിൻ്റെ പിന്നെടി ഇമ്മാൻ്റെ കുട്ടി ഒരു കാര്യം മനസ്സിലാക്ക്. ഏതായാലും നമ്മൾ താത്താനെ കെട്ടിക്കാൻ അങ്ങനെ നോക്കുന്നുണ്ട്. വേറെ ഏതെങ്കിലും നല്ലൊരു കാര്യം കിട്ടുകയെന്നുണ്ടെങ്കിൽ കെട്ടിക്കണം കെട്ടിക്കണം എന്ന് ഇപ്പം ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മളോടെ വന്നിട്ട് അതിൻ്റെ ജീവിതം ഈ കോലായില്ലേ. ആരും ഇല്ല അതിൻ്റെ ഒപ്പമില്ല, ഇമ്മയില്ല. ആ രണ്ടാനുമ്മാൻ്റെ മകളും കൂടി അതിനിട്ട് ദ്രോഹിച്ച് ഒരു വിധാക്കിയിട്ടാണ് അതിനങ്ങോട്ട് കല്യാണം കഴിച്ചിരിക്കുന്നത്. അതെനക്ക് അറിയണതല്ലേ. അപ്പൊ ഇനിയിപ്പോ ആ ചെക്കപ്പളെ കെട്ടുകയാണെങ്കിൽ കെട്ടിക്കോട്ടെ, അതിന് അനക്കെന്താ? ഇനിയിപ്പ അതിനെ പിടിച്ചാണ് കെട്ടിച്ചു കൊടുത്താണ്. എന്നാ പിന്നെ തൃപ്പതിയായി. എടി അത് മറച്ചു വെച്ചിട്ടില്ലല്ലോ. താത്ത മറച്ചു വെച്ചാ ഇല്ലല്ലോ, എല്ലാ കാര്യവും പറഞ്ഞിക്കണ്. ഇത് വല്ലാത്ത പിടിവാശി ഏട്ടൻമുട്ടിയെ. ഇത് നല്ലതിനല്ല ഉമ്മാന്റെ കുട്ടിക്ക് ഈ പിടിവാശി. ആ കുട്ടി നേരെ വെളുത്തിട്ട് അടുക്കളയ്ക്ക് വന്നിട്ടില്ല, അതറിയാം എനിക്ക്. ആ റൂമിൽ തന്നെ ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. എൻ്റെ കാക്കാന്റെ ഫോട്ടോ നോക്കിയാണ്ട് കുറേ ഇരുന്ന് കണ്ണീര് ഒഴിക്കുന്നുണ്ട്. നീച്ച ഇപ്പൊ കൊറേ അതിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടൊന്നും അതിന് തലമ കയറുന്നില്ല. അത് ഇരുന്ന് നൊലോളിക്കന്നെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മുണ്ടിക്കൊണ്ട് നമ്മ ചെല്ല്. നീ തിരിക്കാൻ നിക്കണ്ടട്ടോ, കുറുമ്പ് പിടിച്ചിട്ട് ചെല്ല്. ഇറ്റങ്ങൾക്ക് തീരെ തലക്ക് ഓളില്ലായിരിക്കും എൻ്റെ ഉമ്മാക്കുപ്പാക്കോ. ഇനിയിപ്പോ ചെക്കനെ പിടിച്ച് കെട്ടിക്കാഞ്ഞിട്ട് അതിനെ കാര്യമായിപ്പോ. ആള് റൂമിൽ തന്നെ ഇരിക്കുകയാണല്ലോ. പാവാണ്, ഒന്ന് പോയി ഉണ്ടട്ടെ. ഇതെന്താ നിങ്ങള് റൂമിൽ തന്നെ കുത്തിരിക്കാന്ന് പറഞ്ഞല്ലേ അമ്മ? നിങ്ങളെന്താ ബീവി അയക്കണ? എന്ന് മുതലേ ബീവി ആയത്? അല്ല, അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങണില്ല എന്ന് പറഞ്ഞേ, അതുകൊണ്ട് ചോദിച്ചതാണ്. ഞാൻ പുറത്തേക്കൊക്കെ ഇറങ്ങിന്നല്ല, ഈ അല്ല എന്നെ കാണാത്തത്. അനക്കെല്ലാം മുട്ടിയ ഇന്നെ വിശ്വാസമില്ലാത്തത്. എല്ലാ കാര്യങ്ങളും ഈ എന്നോട് ചോദിച്ചറിഞ്ഞതല്ലേ. എല്ലാതും ഞാൻ വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞില്ല. എൻ്റെ അക്കാനെ ഞാൻ ചതിച്ചിട്ടില്ല എന്നും പറഞ്ഞു. അപ്പൊ അനക്കല്ല എപ്പോഴും എന്നെ വിശ്വാസമില്ലാത്തത്. എന്നോട് ക്ഷമിച്ച്, എന്നോട് ക്ഷമിച്ച്. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാടി? ഇക്കാരോടും ദേഷ്യമൊന്നുമില്ല. ഞാൻ എന്തിനപ്പോ ദേഷ്യപ്പെടുന്നത്? അനക്കിന്നോടൊരു പ്രശ്നം ഇല്ലാഞ്ഞിട്ടാണോ എന്നോട് മിണ്ടാത്തത്, എൻ്റെ അടുത്തേക്ക് വരാത്തത്? ഞാനും നീയും കൂടെ എല്ലാവരും ഒരുമിച്ച് കെടുക്കല്, എൻ്റെ കൂടെ കെടുക്കാത്തത്? എനിക്കെന്നോട് ദേഷ്യം ഇല്ലാഞ്ഞിട്ടാണ്. അപ്പൊ എനിക്കിപ്പോഴും എന്നെ വിശ്വാസം വന്നിട്ടില്ല. ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങൾക്കൊന്നും ഇവിടെ ഞാൻ നിൽക്കുന്നത് താല്പര്യമില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോളാം. അല്ല അപ്പൊ ഞാൻ എന്ത് പറയാനാ? എന്നാലും എന്നോട് അങ്ങോട്ട് വന്ന് മുണ്ടരുത്, ഞാൻ അങ്ങോട്ട് തന്നെ വന്ന് മുണ്ടണം അല്ലേ? ഭയങ്കര വാശി തന്നെയാണ്. എനിക്ക് ദേഷ്യമൊന്നുമില്ല, ഞാനത് മറന്നിക്കണ്. ഞാനത് അപ്പത്തെ ഷോക്കില് അങ്ങനെതായതാണ്. എനിക്കിപ്പോ താൻ ഒരു വിശ്വാസക്കുറവില്ല, എനിക്ക് വിശ്വാസമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അപ്പത്തെ ദേഷ്യത്തില് അങ്ങനെ എല്ലാതും കൂടി കേട്ടപ്പോ ഇന്റെ സ്ഥാനത്താണെന്നുണ്ടെങ്കിൽ ഇത്തിയും ചിന്തിച്ചു നോക്കി, ഇത്തി അങ്ങനെ തന്നെ ആവും. വാ ഇവിടെ ഇരിക്ക്, ഞാൻ ഒരു കാര്യം പറയട്ടെ. എടി മുട്ടിയ, അതൊക്കെ എൻ്റെ ജീവിതത്തിൽ പാസ്റ്റാണ്. എൻ്റെ അക്കൻ്റെ കഴുത്തിൽ മഹർ കെട്ടി അന്നേ മുതൽക്ക് എൻ്റെ അക്കാനെ ഞാൻ ജീവന തുല്യാണ് സ്നേഹിച്ചത്. ഇപ്പോഴും ഞാൻ പറയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നടി എൻ്റെ അക്കാനെ. പക്ഷെ എന്തോ ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായില്ല. ഇക്ക് നിങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് മതി. പിന്നെ അവരവിടെ വീട് താമസക്കാർ വന്നിക്കണെന്ന് കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്യാനാടി? ഞാൻ വിളിച്ച് വരുത്തിയതൊന്നല്ല, എന്നൊന്ന് മനസ്സിലാക്ക്. ഞാൻ പറഞ്ഞില്ലെത്താ, അതൊക്കെ മറന്നിക്കണേ. നിങ്ങൾ ഞങ്ങളോട് പൊള്ളു പറയില്ല എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാലോ. പിന്നെത്താ,
ഇങ്ങക്കും ആണെങ്കിൽ അയാളൊന്നും കൂടി കല്യാണം കഴിക്കാന്നോ? അനക്ക് തോന്നുന്നുണ്ട ഇത്തഞ്ഞൊരു കല്യാണത്തിന് സമ്മതിക്കുന്നുള്ളത്? ഇല്ല മോളെ, ഒരിക്കലും ഞാൻ സമ്മതിക്കൂല. ഈ ജന്മത്തിൽ ഇത്താക്കൊരു കല്യാണമില്ല. എനിക്കറിയില്ല എന്നെ, ഒരിക്കലും സമ്മതിക്കൂല. ആ ആഗ്രഹമാണ് എൻ്റെ ഇമ്മാൻ്റെ ഇപ്പാൻ്റെ മനസ്സിൽ നിന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റി വെച്ചാള്. ഒരിക്കലും സമ്മതിക്കൂല. ഇക്കൊരു ജീവിതം കിട്ടിയിരിക്കണ് എൻ്റെ ഇക്കാൻ്റെ കൂടെ. 2 കൊല്ലാണെങ്കിലും ആ 2 കൊല്ലം ഞങ്ങൾ സന്തോഷത്തോടെ തന്നെ ജീവിച്ചിരുന്നത്. അത് വെച്ച് ഞാൻ ജീവിച്ചോണ്ട് ഇനി ആര് എന്ത് വന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കൂല കല്യാണത്തിന്. ഞാൻ വെറുതെ പറഞ്ഞതാണ് ഇത്താ. എൻ്റെ എത്തായിട്ട് എന്ന് എൻ്റെ കൂടെ ഉണ്ടായാൽ മതി. എൻ്റെ അക്കാക്ക് ബതിൽ പോരെ. എന്നാ വരെ. കണ്ടാൽ കൊതി കൊണ്ട് കരള് തുടിക്കുന്ന കലമ